ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു റെലവെന്റ് ആയ ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. നാട്ടിലായിക്കോട്ടെ, ഇനി ഇന്ത്യന്റെ പുറത്തുള്ള രാജ്യങ്ങളിലായിക്കോട്ടെ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ജോബ് സ്കാംസ്. ഈ ജോബ് സ്കാം എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ നേരിട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഓൺലൈൻ വഴിയും എസ്പെഷ്യലി ടെലിഗ്രാം എന്ന് പറഞ്ഞ ഒരു ആപ്പ് വഴിയൊക്കെയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ടെലിഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ചാറ്റൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും, അതായത് രണ്ട് സൈഡത്തെ ചാറ്റ് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും, അതേപോലെ എവിടുന്നാണ് ആ മെസ്സേജ് വന്നത് എന്നൊന്നും ട്രാക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഈ ടെലിഗ്രാം എന്ന് പറയുന്ന ഒരു മീഡിയം യൂസ് ചെയ്തിട്ട് ഈ തട്ടിപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. റീസെന്റ് ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ കാണാനിടയായി. അതായത് മലയാളികൾ തന്നെയാണ്. ടെലിഗ്രാം വഴി ഇങ്ങനെ ഒരു ജോലി വന്നിട്ട് അതിൽ ഏകദേശം ഒരു 12-14 ലക്ഷത്തോളം അവർക്ക് നഷ്ടപ്പെട്ടു. ഇപ്പൊ ഭയങ്കര വലിയൊരു കടത്തിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാന്നുള്ളത്. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ജൂൺ ഒരു ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് ഒക്കെ ആയപ്പോ എനിക്കൊരു നെയ്ബർ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുന്നു. എന്റെ കണ്ടന്റ് ഇത്രയായിരുന്നു: മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഈവനിങ് ഷിഫ്റ്റും ഉണ്ട്. വളരെ കൃത്യനിഷ്ഠയുള്ള കുറച്ച് അസോസിയേറ്റ്സിന് ആവശ്യമാണ് അവരുടെ ടീമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. വർക്ക് ഫ്രം ഹോം റോളാണ്. ക്വാളിഫിക്കേഷന്റെ ആവശ്യമില്ല, എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. പിന്നെ എത്രയോ ഏജ് ലിമിറ്റും അവർ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റഡ് ആയ ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ്. ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് വഴിയാണ്. ലക്സംബർഗിൽ തന്നെ ഉള്ള ഒരു ഗ്രൂപ്പിലാണ് കേട്ടോ അത് വന്നിട്ടുണ്ടായിരുന്നത്. മെയിൻലി ഈ ആൾക്കാർക്ക് ഓരോന്ന് സെല് ചെയ്യണമെന്നുണ്ടെങ്കിലും പിന്നെ ഹൗസ് റെന്റൽസിന്റെ കാര്യം, കോമൺ ആയിട്ട് വരുന്ന ഡൗട്ട്സിന്റെ കാര്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അതിൽ വരുന്ന ഓരോ പോസ്റ്റുകളും അഡ്മിൻ അപ്രൂവ് ചെയ്യുന്ന പോസ്റ്റുകളാണോ എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് സംശയമാണ്. എന്നാൽ കൂടെ അതിൽ വന്നതല്ലേ, എന്തുകൊണ്ട് ട്രൈ ചെയ്തൂടാ? എന്തായാലും തട്ടിപ്പാണെന്നുള്ളത് അറിയാം, പക്ഷെ നോക്കി വെക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇയാളെ കോൺടാക്ട് ചെയ്തു. ഇയാളുടെ പേരൊക്കെ നോക്കുമ്പോൾ, പേരും പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരു പ്രൊഫൈലാണ്. പക്ഷെ അധികം പോസ്റ്റോ കാര്യങ്ങളോ അങ്ങനത്തെ അതൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അയാൾ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ്. ആൾക്കാകെ അറിയേണ്ടിയിരുന്നത് എന്റെ പേരും വയസ്സും എന്റെ വാട്സ്ആപ്പ് നമ്പറും ആയിരുന്നു. വാട്സ്ആപ്പ് നമ്പർ ഞാൻ യൂസ് ചെയ്യുന്ന നമ്പർ കൊടുത്തില്ല, പക്ഷെ വേറൊരു നമ്പറിൽ ഞാൻ വാട്സ്ആപ്പ് എടുത്തിട്ട് ആ ഒരു നമ്പർ കൊടുത്തു. ഏജ് ഒബ്വിയസ്ലി ഫേക്ക് ആയിട്ടുള്ള ഏജ് ആണ് കൊടുത്തത്. പിന്നെ പേര് എന്തായാലും ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുമല്ലോ, പക്ഷെ ആ ഫേസ്ബുക്കിലുള്ള പേരും എന്റെ ഒഫീഷ്യൽ റെക്കോർഡ്സിലെ പേര് വേറെയാണ്. ഫുൾ നെയിം വ്യത്യാസമുണ്ട്. അപ്പൊ പിന്നെ അത് വെച്ചിട്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഈ 3 ഇൻഫർമേഷനും കൊടുത്തു. എന്നിട്ട് എന്റെ അടുത്ത് ആൾ പറയുണ്ടായി ഇനി നിങ്ങളുടെ ട്രെയിനർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും, അയാൾ വാട്സ്ആപ്പിലായിരിക്കും കോൺടാക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചു, ജോലിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോദിച്ചപ്പോൾ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളതിനെക്കാട്ടും കൂടുതൽ വലിയൊരു മെസ്സേജ് ആണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഡെയിലി ഇത്ര രൂപയായിരിക്കും, ഒരു 200 തൊട്ട് 300 രൂപ വരെ കമ്മീഷൻ ഉണ്ട്, ഗുഡ് സാലറി ഉണ്ട്, വർക്ക് അറ്റ് യുവർ കൺവീനിയൻസ്, നിങ്ങൾക്കൊരു ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ എന്തെങ്കിലും മതി, പിന്നെ നിങ്ങൾക്കൊരു ഏജ് ലിമിറ്റ് ഉണ്ട്, പിന്നെ ഒരു ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല, ഭയങ്കരമായിട്ടുള്ള ഒരു ടൈം മാനേജ്മെന്റ് സ്കിൽസ് വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ജനറൽ സാധനം. അതിനുശേഷം ഞാൻ ചോദിച്ചു ഏത് കമ്പനിയാണെന്നുള്ളത്. അപ്പൊ ഏതോ ഒരു കമ്പനീന്റെ പേര് പറഞ്ഞു. ഗൂഗിൾ നോക്കിയപ്പോൾ അങ്ങനെ ഒരു കമ്പനി ഉണ്ടായിരുന്നില്ല. ഓട്ടെ, എന്തായാലും ട്രെയിനർ എനിക്ക് മെസ്സേജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ ട്രെയിനറിന്റെ മെസ്സേജിന് വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എത്രയായിട്ട് മെസ്സേജ് വരുന്നില്ലല്ലോ, ഇയാൾ എപ്പോൾ ട്രെയിനർ മെസ്സേജ് അയക്കുന്ന പറഞ്ഞിട്ടുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് ആദ്യം ഇയാൾ അയച്ച മെസ്സേജസ് ഒക്കെ അയാൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ആൾ ഇങ്ങോട്ട് അയച്ച മെസ്സേജ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കിയപ്പോഴും അത് ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആളത് തിരിച്ചു ചോദിച്ചു, എന്താ ജോബ് ഡിസ്ക്രിപ്ഷൻ ഡിലീറ്റ് ആക്കിയത്, എനിക്കതൊന്നും കൂടെ നോക്കണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ എനിക്ക് ഒന്നും കൂടെ അയച്ചു തന്നു. പക്ഷെ ഇപ്പൊ ആ ചാറ്റ് നോക്കുന്ന ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവാൻ ഞാൻ അങ്ങോട്ട് ജോലി ചോദിച്ചിരുന്നു. എന്നിട്ട് ഇയാളുടെ പരിചയത്തിൽ ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ ജോലിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന പോലെയാണ് ആ ചാറ്റ് വായിക്കുമ്പോൾ തോന്നാം. എന്നിട്ട് ഞാൻ ട്രെയിനറുടെ മെസ്സേജിന് വേണ്ടി കാത്തുന്നു. അപ്പൊ ട്രെയിനർ എനിക്ക് മെസ്സേജ് ചെയ്തു. ഒരു ലേഡിയാണ്, യുഎസിലുള്ള ഒരു ലേഡിയാണ്. യുഎസിലാണോ യുകെയിലാണോ അറിയില്ല. അപ്പൊ അവരെനിക്ക് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത് ഇത്ര മാത്രമാണ്. ഇവിടെ ഒരു ട്രാവൽ കമ്പനി ഉണ്ട്, അവിടെ വരുന്ന ഓരോ ബുക്കിങ്ങിനും നിങ്ങൾ റേറ്റിംഗ് കൊടുക്കണം. നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് 72 ബുക്കിംഗ്സിൽ ഒരു ദിവസം വർക്ക് ചെയ്യണം. അന്നത്തെ കമ്മീഷൻ നിങ്ങൾക്ക് അന്ന് തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പൊ അവർ പറഞ്ഞു വാട്സാപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ എന്റെ എല്ലാ പ്രോസസ്സും കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് ടെലിഗ്രാമിലാണ്. ടെലിഗ്രാം ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് വരാവോ, അല്ലെങ്കിൽ ടെലിഗ്രാം അല്ലെങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്യാവോ, സോ ദാറ്റ് ഇറ്റ് ബി ഈസി ഫോർ us ടു കമ്മ്യൂണിക്കേറ്റ് എന്ന് പറഞ്ഞു. ടെലിഗ്രാം ഒന്നും ഇല്ല കേട്ടോ, അതിന് വേണ്ടിയിട്ട് ആ നമ്പർ ടെലിഗ്രാം എടുത്തതാണ്. എനിക്ക് പ്രോസസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പ്രോസസ് എന്ന് പറയുന്നത് ഫോട്ടോ സ്പോർട്സ് ഒക്കെ ചെയ്യുന്ന ഒരു ട്രാവൽ കമ്പനിയുടെ ഒരു വെബ്സൈറ്റ്. ആ വെബ്സൈറ്റ് കയറിയിട്ട് അതിൽ നമുക്കൊരു ഡാഷ്ബോർഡ് ഉണ്ടാവും, ഒരു അക്കൗണ്ട് ഉണ്ടാവും. ആ അക്കൗണ്ടിൽ ബാലൻസ് ഇടണം, അല്ലെങ്കിൽ ആ ബാലൻസ് ഒരു എമൗണ്ട് ബാലൻസ് ഉണ്ടാവും. നമ്മൾ ഓരോ ബുക്കിംഗ് റേറ്റിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുമ്പോഴും ആ ഒരു ബുക്കിംഗ് എമൗണ്ട് നമ്മുടെ മെയിൻ ബാലൻസ് നിന്ന് ഡിഡക്ട് ആവും. എന്നിട്ട് നമ്മൾ ബുക്കിങ്ങിന് റേറ്റിംഗ് കൊടുത്തതിന് ശേഷം ഈ ഒരു ബുക്കിംഗ് എമൗണ്ടും കൂടെ തന്നെയുള്ള ഒരു പെർസെന്റേജ് ഓഫ് കമ്മീഷനും നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറും. അപ്പോൾ ഒരു 500 USD ആണ് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് എന്നുണ്ടെങ്കിൽ ഒരു 100 USD ബുക്കിംഗ് വന്നു. ആ ബുക്കിംഗ് സെലക്ട് ചെയ്യുമ്പോൾ ഈ 500-ൽ നിന്ന് 100 മൈനസ് ആവും. എന്നിട്ട് നമ്മൾ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കാൻ പറ്റും, വേറെ റേറ്റിംഗ് ഓപ്ഷൻ ഒന്നുമില്ല. 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നത് സബ്മിറ്റ് ചെയ്യുന്നു. ഒരു ബുക്കിങ്ങിനും ഒരു 10% അല്ലെങ്കിൽ 5% കമ്മീഷൻ കിട്ടും. 5 to 10 ഉള്ളിൽ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും. ഇപ്പൊ സപ്പോസ് 10% കമ്മീഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മീഷനും കൂടെ കൂടിയിട്ട് ഈ ബുക്കിംഗ് എമൗണ്ടിന്റെ കാശും കമ്മീഷനും കൂടെ തിരിച്ചു നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. സോ ഇതന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സബ്മിറ്റ് ചെയ്ത് പോവുക. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഈ എമൗണ്ട് ഒക്കെ വിഡ്രോ ചെയ്യാൻ പറ്റും. അതിന് മുന്നേ ഞാൻ ചോദിച്ചു നമുക്ക് വർക്ക് കോൺട്രാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലേ എന്നുള്ളത്. അപ്പോൾ വർക്ക് കോൺട്രാക്റ്റിന്റെ കാര്യം അവർ പറഞ്ഞപ്പോൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ 7 ദിവസം നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർക്ക് കോൺട്രാക്ട് പ്ലാറ്റ്ഫോം തരുമെന്ന് പറഞ്ഞു. എന്തായാലും ഒരു തട്ടിപ്പാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞൊക്കെ സമ്മതിച്ചു കൊടുക്കുക, എവിടെ വരെ പോകും എന്നുള്ള ഒരു ആവേശത്തിലാണ് ഞാൻ നിൽക്കുന്നത്.
അവർ പറഞ്ഞു എന്നാൽ നമുക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്താലോ, ഇനിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രെയിനിങ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന പറഞ്ഞു. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഈ ഒരു ട്രെയിനറിന്റെ ട്രെയിനിങ് അക്കൗണ്ടിൽ ട്രെയിനറിന്റെ ക്രെഡൻഷ്യൽസ് ആയിരിക്കും നമുക്ക് തരാം. എന്നിട്ട് ട്രെയിനർ നമ്മളോട് പറയും ബുക്കിംഗ്സിലൊക്കെ വർക്ക് ചെയ്തോളൂ, അതായത് ബുക്കിംഗ്സിലൊക്കെ റേറ്റിംഗ് കൊടുത്തിട്ട് ഇങ്ങനെ സബ്മിറ്റ് ചെയ്തോളൂ എന്ന് പറയും. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് ഇത് തോന്നുന്നു 500 USD അന്ന് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്. അത് എവിടെ നിന്ന് വന്നു ആ കാശ് എന്നൊന്നും എനിക്കറിയില്ല. ആ ഒരു പിന്നെ അതിനുശേഷം ഞാൻ ബുക്കിംഗ്സ് ഒക്കെ ഇങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. സബ്മിറ്റ് ചെയ്തപ്പോൾ ഒരു പോയിന്റ് എത്തിയപ്പോൾ 500 USD എന്നാണല്ലോ തുടങ്ങിയത്. ബുക്കിംഗ് എമൗണ്ട് 700 USD അങ്ങനെ എന്തുവായിരുന്നു. അപ്പൊ എന്റെ അക്കൗണ്ടിൽ -200 ബാലൻസ് ആയി. ഞാൻ ഈ ട്രെയിനർക്ക് മെസ്സേജ് ഈ സ്ക്രീൻഷോട്ട് അയച്ച് കാണിച്ചു കൊടുത്തപ്പോൾ ട്രെയിനർ പറഞ്ഞു ഇതാ നിങ്ങളുടെ പ്രീമിയം ബുക്കിംഗ് വന്നിട്ടുണ്ട്, നിങ്ങൾ ഭയങ്കര ലക്കിയാണ് കേട്ടോ ആദ്യത്തെ ദിവസം തന്നെ പ്രീമിയം ബുക്കിംഗ് കിട്ടാൻ. പ്രീമിയം ബുക്കിംഗ്സിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൽ നമ്മൾ റേറ്റിംഗ് കൊടുക്കുമ്പോൾ ആ ഒരു ബുക്കിംഗ് എമൗണ്ടിന്റെ 25% നമുക്ക് കമ്മീഷൻ ആയിട്ട് കിട്ടുക. സോ നമുക്ക് കൂടുതൽ കമ്മീഷൻ, കൂടുതൽ ഏർണിംഗ്സ്. നമുക്ക് എന്തോ വലിയൊരു ഭാഗ്യം കിട്ടിയ ഒരു എഫക്റ്റിലാണ് അവർ പറയുക. ഈ മൈനസ് എമൗണ്ട് ആയത് നമ്മളത് റീചാർജ് ചെയ്യണം. റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് മൈനസ് ബാലൻസ് മാറിയിട്ട് നമുക്ക് ഈ ഒരു വലിയ പ്രീമിയം ബുക്കിംഗ് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രീമിയം ബുക്കിംഗ്സ് കൊടുക്കുമ്പോൾ നമ്മുടെ മെയിൻ അക്കൗണ്ട് മൈനസ് ബാലൻസിലേക്ക് ആവും. ഈ മൈനസ് ബാലൻസ് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് അതങ്ങനെ റൗണ്ട് ചെയ്ത് 0ലേക്ക് എത്തിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് റേറ്റിംഗ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവര് -200 ആയി. 200 ആയപ്പോൾ റീചാർജ് ചെയ്യാന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് എന്റെ അടുത്ത് ചാറ്റ് ഓപ്ഷനിൽ പോയിട്ട് ഏത് ക്രിപ്റ്റോ അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അയക്കേണ്ടതെന്ന് ചോദിക്കാൻ പറഞ്ഞു. അവരൊരു ക്രിപ്റ്റോ അഡ്രസ്സ് തന്നു. ട്രെയിനറിന്റെ അടുത്ത് മെസ്സേജ് ചെയ്തു ടെലിഗ്രാമിൽ. എന്നിട്ട് ആ ക്രിപ്റ്റോ അഡ്രസ്സിലേക്ക് ആള് കാശ് അയച്ചതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് തന്നു. ആ സ്ക്രീൻഷോട്ട് സബ്മിറ്റ് ചെയ്തപ്പോഴേക്കും നമ്മുടെ അക്കൗണ്ടിൽ അതങ്ങ് റൗണ്ട് ഓഫ് ചെയ്ത് 0ലെത്തി. അതായത് ആ ഒരു എമൗണ്ട് അതിൽ കയറി എന്നുള്ള പോലെ കാണിച്ചു. എനിക്ക് ആ പ്രീമിയം ബുക്കിംഗ് റേറ്റിംഗ് കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാനും പറ്റി. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അന്നത്തെ ഒരു കമ്മീഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 300 USD അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ ചാൻസ് ആണ്. എന്റെ ചാൻസിൽ എന്റെ അക്കൗണ്ട് വെച്ചിട്ടായിരിക്കും അവർ തരിക. അതായത് ട്രെയിനിങ് കഴിഞ്ഞു, ഇനി നമ്മളെ വർക്ക് ടൈം ആണ്. ട്രെയിനിങ് അക്കൗണ്ടിൽ കിട്ടിയ കമ്മീഷന്റെ 50% നമുക്ക് നമ്മുടെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന എമൗണ്ട്. ഏകദേശം ഒരു 150-160 യൂറോളം ഉണ്ടായിരുന്നു എനിക്ക് ഇനീഷ്യലി. ബുക്കിംഗ്സ് കൊടുക്കുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്റെ അപ്പോഴത്തെ ഒരു മനസ്സിൽ എന്റെ കയ്യിൽ നിന്ന് ₹1 എടുത്ത് കൊടുക്കുകയാണ് ുണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ല, നോക്കാം എത്രത്തോളം പോകും, അങ്ങനെയായിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ ട്രെയിനിങ് സമയം ആയതുകൊണ്ട് 36 ബുക്കിംഗ് എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഏകദേശം ഒരു 21ാമത്തെ ബുക്കിംഗ് ഒക്കെ ആയപ്പോഴേക്കും എന്റേത് മൈനസ് ബാലൻസിലേക്ക് കടന്നു. അതായത് എനിക്ക് മറ്റേ ഭാഗ്യത്തിന്റെ പ്രീമിയം ബുക്കിംഗ് കിട്ടി. അപ്പോൾ എനിക്ക് ഷോർട്ട് വന്നിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 20 USD ആയിരുന്നു, ഏകദേശം ഒരു 2000 രൂപ. അപ്പോൾ എന്റെ മനസ്സൊന്ന് ഇതായി. അങ്ങനെ രണ്ടും കൽപ്പിച്ച് 20 USD ആണ്. ചെറിയ എമൗണ്ട് അല്ല, എന്നാൽ കൂടെ കൊടുത്തു നോക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ സെയിം പ്രോസസ്. അവരടുത്ത് ചോദിക്കുന്നു ഇത് എങ്ങോട്ടാണ് സെൻഡ് ചെയ്യേണ്ടത്, എന്നിട്ട് അവരൊരു അഡ്രസ്സ് തരുന്നു, നമ്മൾ സെൻഡ് ചെയ്യുന്നു, അതിന്റെ പ്രൂഫ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു, നമ്മുടെ അക്കൗണ്ട് തിരിച്ചു ഓക്കെ ആവുന്നു, അതായത് മൈനസ് ബാലൻസ് പോകുന്നു. അങ്ങനെ അന്ന് എനിക്ക് ഏകദേശം ഒരു 148 USD എനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റി. അപ്പൊ എല്ലാ പ്രോസസ്സും സ്ക്രീൻഷോട്ട് അങ്ങോട്ട് അയക്കുന്നു, ഇങ്ങോട്ട് അയക്കുന്നു, ക്ലാരിഫൈ ചെയ്യുന്നു. ഈ പറയുന്ന ട്രെയിനർ എന്നെ വിളിച്ചിട്ടില്ല, ഒരു മെയിലോ ഐഡിയോ കാര്യങ്ങളൊന്നുമില്ല. ആകെയുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ടെലിഗ്രാം വഴി മാത്രമാണ്. ക്രിപ്റ്റോ കറൻസി ആയിട്ടാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. ഈവൻ നമ്മൾ അങ്ങോട്ട് അയക്കുന്ന ക്രിപ്റ്റോ അല്ലെങ്കിൽ കൂടെ ക്രിപ്റ്റോ കറൻസിയിലാണ് നമുക്ക് ഇങ്ങോട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ക്രിപ്റ്റോ കറൻസിയിൽ എങ്ങനെയാണ് നമ്മൾ ശരിക്കുള്ള അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക എന്നത് ഉൾപ്പെടെ ഈ പറഞ്ഞ ട്രെയിനർ നമുക്ക് പറഞ്ഞുതരും. അങ്ങനെ ആദ്യത്തെ ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസമായപ്പോൾ ട്രെയിനർ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എന്റെ അക്കൗണ്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്, അതായത് എനിക്ക് കൂടുതൽ പ്രീമിയം ബുക്കിംഗ്സ് കിട്ടും, സോ നിങ്ങൾക്കും കൂടുതൽ കമ്മീഷൻ കിട്ടും, എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു പോസിറ്റീവ് ടീം സ്പിരിറ്റിലൊക്കെയാണ് കേട്ടോ അവരെടുക്കുക. ഈ ആദ്യത്തെ ദിവസത്തെ എന്റെ ട്രെയിനിങ് കഴിഞ്ഞതോടെ എന്നെ അവരൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു. വിശ്വസനീയമായ കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ആൾക്കാർക്ക് ഇത്ര കമ്മീഷൻ കിട്ടി, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ ഫസ്റ്റ് ഡേ $20 അങ്ങോട്ട് കൊടുക്കണമായിരുന്നല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെയിനറുടെ അടുത്ത് നിങ്ങളൊരു കാര്യം ചെയ്യും, എനിക്ക് $20 തരുമോ, ഞാൻ എന്തായാലും തിരിച്ചിട്ടോ, നിങ്ങൾക്ക് ഭയങ്കര ഉറപ്പാണല്ലോ ഇത് കിട്ടുന്നുള്ളത്. ഒരു തരത്തിലും അവർ നമുക്ക് കാശൊന്നും അയച്ചില്ല കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ ആ ഗ്രൂപ്പിലത്തെ പല ആൾക്കാരും ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവരൊക്കെ പോസിറ്റീവായിട്ട് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരുടെ അങ്ങനെ ഐഡന്റിറ്റി റിവീൽ ഒന്നും ചെയ്യില്ല, കറക്റ്റ് എമൗണ്ട് ഒന്നും പറയില്ല, എന്നാലും അവർ പോസിറ്റീവായിട്ടാണ് പറയാം. അങ്ങനെ രണ്ടാമത്തെ ദിവസമായി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പ്രീമിയം ബുക്കിംഗ്സ് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. പ്രീമിയം ബുക്കിംഗ്സ് വന്നിട്ട് അക്കൗണ്ട് മൈനസ് ബാലൻസ് ആവുന്നത് -500, -1000, -3000. അപ്പൊ ഇത്രയും മൈനസ് ബാലൻസ് ആവുമ്പോൾ ഈ ട്രെയിനർ ഇത്രയും കാശ് പ്ലാറ്റ്ഫോമിലേക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി അടച്ചിട്ടുണ്ട് എന്നുള്ള സ്ക്രീൻഷോട്ട്സ് എനിക്ക് തരുന്നുണ്ട്. കാശ് അടച്ചോന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ദിവസം ഇവര് ട്രസ്റ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കാശ് തന്നു. രണ്ടാമത്തെ ദിവസം ട്രാപ്പ് ആവാൻ സാധ്യത ഉണ്ട്. രണ്ടാമത്തെ ദിവസം ഞാൻ എന്റെ കയ്യിൽ നിന്ന് ₹1 ആണെന്നുണ്ടെങ്കിലും ഞാൻ കയ്യിൽ നിന്ന് കാശ് എടുത്ത് കൊടുക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു. എന്നിട്ട് രണ്ടാമത്തെ ദിവസം ആയപ്പോ എന്താ സംഭവിച്ചത്, ഇങ്ങനെ 1000, 3000, 500 ഒക്കെ ഇവർ അടച്ചിട്ട് ഇവർക്ക് അന്ന് ഭയങ്കര ബമ്പർ ഹിറ്റ് പോലെ അവർക്ക് ഒരുപാട് തിരിച്ച് വിഡ്രോ ചെയ്യാൻ പറ്റി. ഏകദേശം ഒരു 2000-ഓളം കമ്മീഷൻ മാത്രം ഉണ്ടായിരുന്നു. കറൻസി അങ്ങോട്ട് ഇങ്ങോട്ട് പറയുമ്പോൾ മാറിപ്പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ റീചാർജ് ചെയ്യേണ്ടത് യൂറോയിലാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ യൂറോ USD എന്ന് പറയുന്നത്. ഏകദേശം രണ്ടിനും ഏകദേശം ഒരേ ഒരു എമൗണ്ട് ആണ്. അപ്പം അന്ന് ഏകദേശം ഒരു 1200 USD എനിക്ക് കമ്മീഷൻ ആയിട്ട് കിട്ടിയത് എന്റെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്റെ ഒരു ഇംപ്രഷൻ എന്താണ്, ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലും എത്ര പ്രീമിയം വന്നു കഴിഞ്ഞാലും 1200 ഒന്നും ബാലൻസ് ആവാൻ സാധ്യതയില്ല, ഇന്നും കൂടെ നോക്കി നോക്കാന്ന് വിചാരിച്ചു. അത് 12ാമത്തെ ബുക്കിംഗ് ആയപ്പോഴേക്കും എനിക്ക് നെഗറ്റീവ് ബാലൻസ് വന്ന് എനിക്കൊരു $200 റീചാർജ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വന്നു. അപ്പൊ ഞാൻ ഈ ട്രെയിനർ അടുത്ത് പറഞ്ഞു, ഇന്നലത്തെ പ്രോഫിറ്റ് മാത്രമേ എന്റെ കയ്യിലുള്ളൂ, എനിക്ക് അതല്ലാണ്ട് വേറെ
ആരും തന്നെ കാശ് തരാനില്ല, നിങ്ങൾ എനിക്ക് കാശ് തന്നാൽ ഞാനത് ചെയ്യാം, അല്ലാണ്ട് എനിക്ക് ബുക്കിംഗ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു നിവർത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുറേ അങ്ങനെ പറഞ്ഞു, നിങ്ങളെ ഭാഗ്യമാണ് അങ്ങനെ നിങ്ങൾക്ക് പ്രീമിയം ബുക്കിംഗ് കിട്ടിയത്, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് മൊത്തം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു $1800 കിട്ടും, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ഫോഴ്സ് ചെയ്യുന്നുണ്ടോന്ന് വെച്ചാൽ ഫോഴ്സ് ചെയ്യുന്നില്ല, പക്ഷെ ആ ഒരു മണീന്റെ പവർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അവർ നമ്മുടെ മൈൻഡ് ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഭയങ്കര ഒരു ടെംപ്റ്റേഷൻ ആണ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് എടുത്ത് കൊടുക്കാൻ. പക്ഷെ അന്ന് ഞാൻ ഉറപ്പിച്ച് നിന്നുകൊണ്ട് തന്നെ ഞാൻ കാശൊന്നും കൊടുത്തില്ല. അപ്പൊ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കുറച്ച് കഴിയുമ്പോൾ അവരുടെ ടോൺ മാറും, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മതി, ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കിട്ടില്ല, ദയവായിട്ട് നിങ്ങൾക്ക് കൊടുത്തതാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. പിന്നെ ലാസ്റ്റ് അവർ പറയാം, നിങ്ങൾക്ക് ഇന്ന് കാശ് അടയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ചാറ്റിൽ തന്നെ പറയും, നിങ്ങൾക്ക് ബുക്കിംഗ്സിൽ വർക്ക് ചെയ്യാൻ ഇന്ന് പറ്റില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അക്കൗണ്ട് ഹോൾഡിൽ വെക്കണം. അങ്ങനെ വെച്ചാൽ ശരി, അക്കൗണ്ട് ഹോൾഡ് വെക്കാൻ പറയും. അപ്പോൾ അക്കൗണ്ട് ഹോൾഡ് വെക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഒരുപാട് ദിവസം ഹോൾഡ് വെക്കാൻ പറ്റില്ല, പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഒരു $500 ചിലപ്പോൾ ഫൈൻ ഇടും, അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏർണിംഗ്സ് വിഡ്രോ ചെയ്യാൻ പറ്റുമെന്ന് പറയും. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഈ ട്രെയിനിങ് പീരീഡിൽ മാത്രമേ ട്രെയിനറിന്റെ 50% കമ്മീഷൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ബാക്കി എല്ലാ ദിവസങ്ങളും നമ്മൾ കാശ് എടുത്തിട്ടാണ് ആ ഇനീഷ്യൽ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാവുന്നത്, നമ്മൾ കാശ് റീചാർജ് ചെയ്തത്. അപ്പൊ എന്തായാലും ഇത് അധിക ദിവസം ഒന്നും പോകില്ലല്ലോ. രണ്ടാമത്തെ ദിവസം തന്നെ ഞാൻ ആ ഒരു കടക്കി പൂട്ടിടാന്ന് വിചാരിച്ചു. അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ എമൗണ്ട് തിരിച്ചു കൊടുക്കാൻ ഞാൻ റെഡി ആയിരുന്നു. 148 അല്ല, എന്റെ 20 ഒഴിച്ച് 128 വരെ എനിക്ക് കൊടുക്കാമായിരുന്നു. എന്റെ കയ്യിൽ നിന്ന് അന്ന് ₹1 കൂടെ കൊടുക്കാൻ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഇത്രയും വലിയ ഒരു കഥ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഈ ഒരു ടെലിഗ്രാം സ്കാം എന്ന് പറയുന്നത് അത്ര കോമൺ ആണ്. എനിക്ക് ഈ ഒരു സ്കാം ഉണ്ടായത് റേറ്റിംഗ് കൊടുക്കാനായിരുന്നു. എനിക്ക് അറിയായിരുന്നു അതൊരു സ്കാം ആണെന്നുള്ളത്, വേണമെന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് പോയിട്ട് നോക്കിയതാണ്. ഒരു കാര്യം ഉണ്ടല്ലോ, ആദ്യത്തെ ദിവസം നിങ്ങൾ ഒരു പറ്റിക്കില്ലാരും പറ്റിക്കില്ല, കാരണം നമ്മൾക്ക് ആ ഒരു ട്രസ്റ്റ് കിട്ടണമല്ലോ. ആദ്യത്തെ ദിവസം മാത്രം ഞാൻ മുതലെടുത്തുകൊണ്ടാണ് ഞാൻ നിന്നത്. പിന്നെ എന്ത് കഴിഞ്ഞാലും അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല, കാരണം ഈ നമ്പർ എന്ന് പറയുന്നത് എന്റെ ഒരു അക്കൗണ്ടുമായിട്ട് ലിങ്ക് അല്ല, ബാങ്ക് അക്കൗണ്ട്. പിന്നെ ഈ നമ്പർ എന്ന് പറയുന്നത് എന്റെ പേഴ്സണൽ വാട്സപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇനിയിപ്പോ അവർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ലീഗലി മൂവ് ആണെന്നുണ്ടെങ്കിലും അതൊരു ഫ്രോഡ് ടീം തന്നെയാണ്. സോ ഞാൻ സേഫർ സൈറ്റിലാണ്. ഇവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് നമ്മളെ കയ്യിൽ നിന്ന് മാക്സിമം കാശ് വാങ്ങിച്ചതിന് ശേഷം ഈ ഗ്രൂപ്പ് എന്നൊക്കെ നമ്മളെ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ആൾ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ആ ഒരു കോൺടാക്ട് നമ്പർ മാത്രമേ ഉള്ളൂ, നമുക്ക് പിന്നെ കോൺടാക്ട് ചെയ്യാൻ ഒരാളും ഇല്ല. സോ അത് മാത്രമേ ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റൂ എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ ഇറങ്ങിയത്. എനിക്ക് കിട്ടിയ ഒരുപാട് റെഡ് ഫ്ലാഗ്സ് ഉണ്ട് ഇതിൽ. നിങ്ങൾക്കും ഇതേപോലത്തെ എന്തെങ്കിലും ഒരു ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ജോബ് ഓഫർ എന്നൊക്കെ പറഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഉപകാരമാവും. എന്തൊക്കെയാ റെഡ് ഫ്ലാഗ്സ് എന്നുള്ളത് ഞാൻ പറയാം. ഫസ്റ്റ് തിങ്, ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വഴി വന്നതാണ്. ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ആർക്ക് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, ഏത് ഫ്രോഡിന് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. സോ അതിന്റെ ഒരു ജെനുവിനിറ്റി എന്ന് പറയുന്നത് ലിറ്ററലി 0 ആണ്. ഒരു ജോബ് ഓഫർ നിങ്ങൾക്ക് ഫേസ്ബുക്ക് വഴിയൊന്നും വരില്ല. രണ്ടാമത്തെ കാര്യം, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്കിന് അത്രയും വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു റെഡ് ഫ്ലാഗ് തന്നെയാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇയാളെ ഞാൻ കോൺടാക്ട് ചെയ്തതിന് ശേഷം ഇയാൾക്ക് ആകെ വേണ്ടിയിരുന്ന ഡീറ്റെയിൽസ്, വാട്സ്ആപ്പ് നമ്പർ, നമ്മളെ കോൺടാക്ട് ചെയ്യാൻ, ഏജ്, നമുക്ക് ലീഗലി വർക്ക് ചെയ്യാനുള്ള ഏജ് ആയോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ഏജും പിന്നെ പേരും മാത്രമായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ക്വാളിഫിക്കേഷൻ വേണ്ട, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ട, എക്സ്പീരിയൻസ് വേണ്ട, കാരണം പറ്റിക്കാൻ അങ്ങനത്തെ ആവശ്യങ്ങളൊന്നുമില്ലല്ലോ. സോ അതായിരുന്നു മൂന്നാമത്തെ റെഡ് ഫ്ലാഗ്. നാലാമത്തെ റെഡ് ഫ്ലാഗ്, ആ ചാറ്റ് തന്നെ അവർ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് ജോലി ചോദിച്ചു ചെന്ന പോലെ ആക്കി ആ ചാറ്റ്. സോ അതൊരു റെഡ് ഫ്ലാഗ്. അഞ്ചാമത്തെ റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത്, എല്ലാ കമ്മ്യൂണിക്കേഷനും അവർ ടെലിഗ്രാം വഴി മാത്രമേ ചെയ്യൂ. കാരണം ടെലിഗ്രാം എന്ന് പറയുന്നത് പിന്നെ ട്രാക്ക് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചാറ്റ് ക്ലിയർ ചെയ്താൽ കഴിഞ്ഞു, ടെലിഗ്രാം ബ്ലോക്ക് ചെയ്താൽ കോൺടാക്റ്റും കഴിഞ്ഞു. സോ ടെലിഗ്രാം. ആറാമത്തെ റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത്, ശരിക്കും ഉള്ള ഒരു ട്രാവൽ കമ്പനിയുടെ അതേ വെബ്സൈറ്റ് റെപ്ലിക്ക തന്നെയായിരുന്നു അത്. ആ വെബ്സൈറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഈ പറഞ്ഞ പോലെ എന്താ, ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ക്ലാസ്സിലൊക്കെ HTML യൂസ് ചെയ്തിട്ട് വെബ് പേജ് ഉണ്ടാക്കാൻ പറയില്ലേ, ആ ഒരു സെയിം ഇന്റർഫേസ് ഫീലിംഗ്, ഒരു തട്ടിക്കൂട്ട് സാധനം. ഒരു കുറച്ച് ബോധമുള്ള ആർക്കും മനസ്സിലാവും ഇത് ഭയങ്കര എന്തോ ഫ്രോഡാണ്, ഇതെന്താ ഇങ്ങനെയൊക്കെ ഒരു വെബ്സൈറ്റ് ഉണ്ടാവും എന്നുള്ള പോലെ. സോ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഏഴാമത്തെ റെഡ് ഫ്ലാഗ്, അതിൽ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. ഇത് ഈ സ്കാമേഴ്സ് അവരും കൂടെ ഒരു ഹിന്റ് തരുന്ന പോലെയാണോ, ഇത് നിങ്ങൾ പറ്റിക്കാൻ ആണ് ഞങ്ങൾ ചെയ്തത്, എനിക്കറിയില്ല എന്തുകൊണ്ടാന്നുള്ളത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാണ്ട് ചെയ്തൂടെ സ്കാമേഴ്സ്? കമോൺ. ഈ ഫോർഗെറ്റ് പാസ്വേഡ്, യൂസർ നെയിം, പാസ്വേഡ് ഒക്കെ അടിച്ചു കൊടുക്കുന്ന സ്ഥലത്ത്, അതായത് അവിടെ ഒരു ഫേക്ക് അവിടെ ഒരു അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കുമല്ലോ ഡാഷ്ബോർഡിന് വേണ്ടിയിട്ട്, അതിൽ തന്നെ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഒരു ജെനുവൻ വെബ്സൈറ്റ്സിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവില്ല, ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ്സിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവില്ല. പിന്നെ 8 എന്ന് പറയുന്നത്, വർക്ക് കോൺട്രാക്ട് എന്ന് പറയുന്ന സാധനമേ ഇല്ല. കാരണം പറ്റിക്കാൻ എന്തിനാണ് വർക്ക് കോൺട്രാക്ട്? അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോൺട്രാക്ട് ഒക്കെ വെച്ച് തരാമായിരുന്നു, പക്ഷെ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. പിന്നെ 9th റെഡ് ഫ്ലാഗ്, ഈ ഒരു പ്ലാറ്റ്ഫോം ശരിയാണെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മളൊരു ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്യും. പക്ഷെ ആ ഗ്രൂപ്പിൽ പോസിറ്റീവ് മെസ്സേജ് ഒഴിച്ച് ബാക്കി ഒന്നും വരില്ല. അതായത് അവർക്ക് കാശ് കിട്ടി, അവർക്ക് അവരുടെ ലക്കി ഡേ ആണ്, പ്രീമിയം ബുക്കിംഗ്സ് കിട്ടി, അവരുടെ ഏർണിങ്സ് ഇത്രയും, അങ്ങനെ നമ്മളെ ഭയങ്കര അധികം ടെംപ്റ്റ് ചെയ്യിപ്പിക്കുന്ന മെസ്സേജസ് മാത്രമേ അതിൽ വരൂ. നമ്മൾ ഒഴിച്ച് ബാക്കി എല്ലാതും ഫ്രോഡായിരിക്കും. പിന്നെ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ ആൾക്കാരുടെ യൂസർ നെയിം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, പേരൊക്കെ പക്ക പേരായിരിക്കും, പ്രൊഫൈൽ പിക്ചേഴ്സ് ഒക്കെ പക്ക അതായിരിക്കും. ചിലപ്പോൾ അതൊക്കെ ഫേക്ക് ആയിരിക്കും, എന്നാൽ കൂടെ അതൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്യാം. പക്ഷെ യൂസർ നെയിം തന്നെ ഒരു ID പോലെ കൊടുക്കുമല്ലോ നമ്മൾ, പേര്. ഈ ടെലിഗ്രാം
ടെലിഗ്രാം നെയിം അല്ലാണ്ട് യൂസർ നെയിം ID പോലെ കൊടുക്കുമ്പോൾ അതിങ്ങനെ വല്ല 000ZZZYYY അങ്ങനെ പേരിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പ് പോലെയാണ് നമുക്ക് തോന്നുക. സോ അത്. പിന്നെ ലാസ്റ്റ് ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അങ്ങോട്ട് കാശ് കൊടുക്കുന്നത് ഒരു ജോലിയുടെ ഭാഗമല്ല. ജോലി ചെയ്യുന്നതിനുള്ള ശമ്പളം ഇങ്ങോട്ട് വാങ്ങിക്കാൻ അല്ലാണ്ട് നമ്മൾ അങ്ങോട്ട് കാശ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതൊരു ജോലിയോ കാര്യങ്ങളോ ഒന്നുമല്ല, അവിടെ തന്നെ ഫ്രോഡ് ഉണ്ട്. ഞാൻ പിന്നെ ഈ കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് അത്രയും കാശില്ല, നിങ്ങൾ മറ്റേ ആ 20 USD സിനാരിയോയിലൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് അത്രയും കാശില്ല, നിങ്ങൾ തന്ന് സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ റിട്ടേൺ ചെയ്യാം. പക്ഷെ അവരൊരു തരത്തിലും അവർ നമുക്ക് തരില്ല. അവർ ഈ പ്ലാറ്റ്ഫോമിലേക്ക് റീചാർജ് ചെയ്യുന്നതിന് സ്ക്രീൻഷോട്ട്സ് മാത്രമേ നമുക്ക് തരൂ, അവർ അങ്ങോട്ട് കാശ് അടച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഒരു പക്ഷെ അങ്ങനെ ഒരു കള്ള സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ അക്കൗണ്ടും ചിലപ്പം അങ്ങോട്ട് റീചാർജ് ആവുമായിരിക്കും, അറിയില്ല. പക്ഷെ അവർ കാശ് സ്പെൻഡ് ചെയ്യുന്നുണ്ടോയെന്നൊന്നും നമുക്കറിയില്ല. അവർ നമുക്ക് കാശും തരാൻ പോകുന്നില്ല. അതായത് ഈ പറഞ്ഞ പോലെ മൈനസ് ബാലൻസ് വരുമ്പോൾ കടമായിട്ട് കൂടെ അവർ തരില്ല. സോ അത്രയും റെഡ് ഫ്ലാഗ്സ് ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നടന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല, എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അത്രയും വലിയ എമൗണ്ട് എൻ്റെ കയ്യിലില്ല എന്നുള്ള പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഇങ്ങനെ ചാറ്റിൽ പോയിട്ട് അക്കൗണ്ട് ഹോൾഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞല്ലോ. പിന്നെ ഞാൻ ഒന്നും അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ പോയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് അവരെന്നെ റിമൂവ് ചെയ്തു. അതിനുശേഷം വന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ട്രെയിനർ എന്ന് പറയുന്ന ലേഡി എനിക്ക് ഒരു മെസ്സേജ് ചെയ്തു, ഹായ് ഗുഡ് മോർണിംഗ്, ഫണ്ട് റെഡി ആയോ, ക്യാൻ വി കണ്ടിന്യൂ? അപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കാശ് കിട്ടിയില്ല, ആരും എനിക്ക് കടം തരുന്നില്ല എന്ന് പറഞ്ഞു പുറത്ത്. അതിനുശേഷം പിന്നെ ഏകദേശം ഒരു ജൂലൈ ആദ്യം ആ ഒരു സമയത്ത് എനിക്ക് വീണ്ടും മെസ്സേജ് ചെയ്തു, ഹായ് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ആ മെസ്സേജ് ഓപ്പൺ ചെയ്യാൻ തന്നിട്ടില്ല. സോ അത്രയൊക്കെ ഉള്ളൂ ഇതിന്റെ ഒരു സ്കാം എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാം, ഒരുപാട് ആൾക്കാർ ടെലിഗ്രാമിൽ ജോലിയുടെ കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്തുകൊണ്ട് സ്കാം നടക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ കൂടെ എങ്ങനെയാണ് എന്ന് എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമായിരുന്നു. ശരിയാണ്, ആദ്യത്തെ 20 USD കൊടുത്തത് റിസ്ക് തന്നെയാണ്. പക്ഷെ ആഫ്റ്റർ ഓൾ 20 അല്ലേ ഉള്ളൂ, നോക്കാന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അന്ന് എനിക്ക് ലാഭം ഉണ്ടായി, അന്ന് മാത്രമേ എനിക്ക് ലാഭം ഉണ്ടായിട്ടുള്ളൂ. ഞാൻ കാശ് കൊടുക്കാനൊന്നും നിന്നില്ല. ഒരു പക്ഷേ രണ്ടാമത്തെ ദിവസം ഞാൻ കാശ് കൊടുത്തിരുന്നെങ്കിൽ 1800 USD എനിക്ക് കിട്ടുമായിരിക്കാം, അറിയില്ല. എന്നാൽ കൂടെ എനിക്കൊരു ഡൗട്ട്, അത്രയും വലിയ എമൗണ്ട് ഒന്നും പറ്റില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ടൈപ്പ് ഓഫ് സ്കാം ഉണ്ട്. ഇത് റേറ്റിംഗ് കൊടുക്കേണ്ട ഒരു പരിപാടിയായിരുന്നു. ശരിക്കുള്ള ഒരു വെബ്സൈറ്റിന്റെ റെപ്ലിക്കാണ്, ശരിക്കുള്ള കമ്പനീന്റെ റെപ്ലിക്കാണ്. അപ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ശരിക്കുള്ള കമ്പനിയും ഡീറ്റെയിൽസും ആണ് നമുക്ക് വരാറ്. പക്ഷേ നമ്മൾ എടുക്കുന്ന ലിങ്ക് എന്ന് പറയുന്നത് ഇവർ ടെലിഗ്രാമിൽ അയച്ചു തരുന്ന ലിങ്കാണ്. അവരെന്തായിട്ട് ഉണ്ടാക്കിയ ഒരു വെബ്സൈറ്റ് ആണത്. സോ അത് നമുക്ക് ഗൂഗിളൊന്നും പോയി തപ്പി നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ, ആ ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ എന്തായാലും ഫ്രോഡാണെന്ന് അറിയാം. പക്ഷേ ഒരു ഫസ്റ്റ് കാര്യം ഉണ്ടല്ലോ, ഫസ്റ്റ് ദിവസം അവർ നമ്മൾ പറ്റിക്കില്ല, അത് മാത്രമാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ലാഭം. പിന്നെ രണ്ടാമത്തെ ദിവസം തൊട്ടിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ടെംപ്റ്റേഷൻ ആയിരിക്കും. നമുക്ക് കാശ് കൊടുത്താൽ ഇത്ര വലിയ എമൗണ്ട് ആണ് കിട്ടാൻ പോകുന്നത്, കാശ് കൊടുത്ത് നോക്കണോ, ഇന്ന് അവർ പറ്റിക്കില്ലായിരിക്കും, കൊടുത്ത് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ടെംപ്റ്റേഷൻ ആയിരിക്കും. നമുക്കത് ഫ്രോഡാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് കാശ് കൊടുക്കാൻ വല്ലാത്തൊരു ടെംപ്റ്റേഷൻ ആയിരിക്കും, വല്ലാത്തൊരു ത്വര എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാനിത് ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഇങ്ങനത്തെ ടെലിഗ്രാം സ്കാമുകളൊക്കെ ഇന്ത്യയുടെ പുറത്താണെന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പല ഗ്രൂപ്പുകളിലും നമ്മൾ ആഡ് ചെയ്യും. നമ്മളൊഴിച്ച് ബാക്കി എല്ലാവരും ഫ്രോഡുകൾ തന്നെയായിരിക്കും അതിൽ. സോ അപ്പം ചിലപ്പോൾ ഉണ്ടാക്കി തന്നെയായിരിക്കും, അങ്ങനത്തെ യൂസേഴ്സ് തന്നെ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പിന്നെ അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ദിവസം പറ്റിക്കില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ട്രൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാലും ഈ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിലും ആധാറായിട്ടും ബാങ്ക് അക്കൗണ്ട് ഒക്കെ ആയിട്ട് ലിങ്കാണ്. സോ വെറുതെ റിസ്ക് എടുക്കണ്ട എന്ന് ഞാൻ പറയൂ. ഇവിടെ ഞാൻ റിസ്ക് എടുത്തതിന്റെ റീസൺ, ഈ ഒരു നമ്പർ എൻ്റെ ഒരു കാര്യങ്ങളുമായിട്ട് ലിങ്ക്ഡ് അല്ല. ഈ ഒരു നമ്പർ എനിക്കൊരു ബാങ്ക് അക്കൗണ്ടോ കാര്യങ്ങളോ ആയിട്ട് ഒന്നും ലിങ്ക്ഡ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ രണ്ടും കൽപ്പിച്ച് ചെയ്തത്. ഇൻ കേസ് പ്രശ്നമായി കഴിഞ്ഞാലും ലോ എന്നെ ഫേവർ ചെയ്യൂ. സോ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ചെയ്തത്. ഇത് ഞാൻ ആരും ചെയ്യാൻ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ പറ്റിക്കലുകാരെ പറ്റിച്ച് കുറച്ച് കാശ് ഉണ്ടാക്കിയപ്പോൾ കുറച്ചൊരു സമാധാനം, ഒന്നില്ലെങ്കിൽ ഒരു പോക്കറ്റ് മണി, അത്രേ ഉള്ളൂ. പിന്നെ വേറെ ടാസ്ക്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ കോമൺ ആയിട്ടുള്ള ടാസ്ക്, യൂട്യൂബ് വീഡിയോസിന് നിങ്ങൾ ലൈക്ക് ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയോ 200 രൂപയോ അങ്ങനെ എന്ത് കൊടുക്കും, അതിന്റെ സ്ക്രീൻഷോട്ട് ഈ ഗ്രൂപ്പിലേക്ക് ഇടുക. അങ്ങനെ പല ടാസ്കുകളായിരിക്കും. പിന്നെ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഇതിന്റെ പേര് ടാസ്ക് സ്കാം എന്നാണ്, ജോബ് ടാസ്ക് സ്കാം. യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരുപാട് ആൾക്കാർക്ക് കാശ് പോയി അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസ് വന്നിട്ടൊക്കെ ഉണ്ട്, ഒരുപാട് വീഡിയോസ് ഒക്കെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഈ സ്കാമേഴ്സിനെയൊക്കെ പറ്റിച്ച് കാശ് ഉണ്ടാക്കിയ ആൾക്കാരും ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് നടക്കുന്നതാണ്. പർട്ടിക്കുലർ ഓരോ ദിവസവും പുതിയ തട്ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. സോ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതിലൊന്നും ചെന്ന് പെടാതിരിക്കാം. പിന്നെ എന്തിന് ഞാനിതൊക്കെ ഒരു വലിയ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് പ്രൊമോഷൻ പോലെ ആക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളെ കണ്ടുപെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടൊരു ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. സോ അങ്ങനെ വലിയൊരു എമൗണ്ട് നഷ്ടം സംഭവിച്ചിട്ട് കടത്തിലായി ഫ്രോഡിന് ഇരയായിട്ടൊക്കെ നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇങ്ങനത്തെ ഫ്രോഡുകളൊക്കെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ട്രൈ ചെയ്ത് ആ മണി പവറിൽ അങ്ങനെ അട്രാക്റ്റ് ആയി പോയിട്ടാണ്
ഇങ്ങനത്തെ സ്കാമേഴ്സ് ഒക്കെ നമ്മളെ ഇന്ന് കാശ് തട്ടിക്കാറ്. ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടി കിട്ടും, 3 ഇരട്ടി കിട്ടും എന്നുള്ള പോലെ ഈ ഒരു തട്ടിപ്പുകാരനെ നമ്മൾക്ക് കാണിച്ചു തന്നിട്ട് നമ്മൾ തന്നെ നമ്മളെ കാശ് അവർക്ക് കൊണ്ട് കൊടുക്കുന്ന പോലെയാണ് ഈ ഒരു തട്ടിപ്പൊക്കെ ബേസിക്കലി വർക്ക് ചെയ്യുക. സോ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ₹1 നമ്മുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ആ ₹1 നമ്മളെ കയ്യിൽ തന്നെ വെക്കുന്ന നല്ലത്. 1 കൊടുത്താൽ 10 ആക്കി തരാമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒന്നും പോയി കിട്ടും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും സ്കാമുകളോ ജോലികളോ ഇത് ടാർഗറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പോക്കറ്റ് മണി ആവശ്യമായിട്ടുള്ള സ്കൂളില്ല, കോളേജ് സ്റ്റുഡൻസ്, പിന്നെ ഹൗസ് വൈഫ്സ്, പിന്നെ ഇപ്പോൾ കരിയർ ബ്രേക്കിലായിരിക്കുന്ന ആൾക്കാർ, അങ്ങനെ സാമ്പത്തികമായി കുറച്ച് എന്താ പറയുക, കുറച്ച് സ്വന്തമായിട്ട് ഏൺ ചെയ്യണം എന്നാൽ എങ്ങനെ എന്നറിയാത്ത ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനത്തെ സ്കാമുകളൊക്കെ നടക്കുന്നത്. സോ അതിലൊന്നും ചെന്ന് വീഴാതിരിക്കുക. ഇന്ത്യ ആയിക്കോട്ടെ, യൂറോപ്പ് ആയിക്കോട്ടെ, ലക്സംബർഗിലായിക്കോട്ടെ, പല പല ആൾക്കാർ, പല പല സ്കാമുകൾ. പക്ഷേ നമ്മളുടെ കാശ് നമ്മുടെ കയ്യിൽ സേഫ് ആയിട്ട് നമ്മൾ തന്നെ വെക്കണം. അത് നമ്മളെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യുക. സോ ദാറ്റ് കുറച്ച് ആൾക്കാരെങ്കിലും അവെയർ ആയിരിക്കും ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫ്രോഡുകളാണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടും. അത് എനിക്കും പുതിയൊരു ഇൻഫർമേഷൻ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറച്ചായിട്ട് കൂടി വരുന്നുണ്ട്, എന്നാലും കുറച്ച് സ്ലോ ആണ്. ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. സോ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കൂ. അധികം വർപ്പിക്കൽ വീഡിയോ ആയിട്ടൊന്നും ഞാൻ വരില്ല, എന്നാലും കുറച്ചൊക്കെ ഇൻഫർമേറ്റീവ് വീഡിയോസും കുറച്ചൊക്കെ എന്റർടൈൻമെന്റ് വീഡിയോസ് ആയിട്ടും ഞാൻ ഇനി ഫ്രീക്വന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. സോ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.